അവധിക്കാലം കഴിഞ്ഞ് തിരികെ എത്തുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ ദുബായ് വിമാനത്താവളം പൂർണ്ണ സജ്ജമായി. UAE പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ എന്നിവർക്ക് വേഗത്തിലും സുഗമമായും യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും സ്മാർട്ട് ഗേറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. ഫേഷ്യൽ റെക്കഗ്നേഷൻ, ബയോമെട്രിക് സാങ്കേതികവിദ്യ എന്നിവ വഴി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കാൻ സ്മാർട്ട് ഗേറ്റുകളിലൂടെ സാധിക്കും. GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുടെ നേതൃത്വത്തിൽ ബോർഡർ ഹോസ്പിറ്റാലിറ്റി എന്ന ആശയം മുൻനിർത്തി റെഡ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള ഊഷ്മളമായ സ്വീകരണമാണ് യാത്രക്കാർക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. UAE നിവാസികൾക്കും അർഹരായ വിനോദസഞ്ചാരികൾക്കും സ്മാർട്ട് ഗേറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തി വരികളിൽ നിൽക്കാതെ വേഗത്തിൽ പുറത്തിറങ്ങാനാകും. UAE പ്രവാസി ഭാരതീയർക്ക് വലിയ ആശ്വാസമേകി പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായി പുതിയ പരിഷ്കാരം പ്രഖ്യാപിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. രാജ്യത്തുടനീളമുള്ള 16 ഇന്ത്യൻ കോൺസുലർ അപേക്ഷാ കേന്ദ്രങ്ങളിലും മുൻകൂട്ടി സമയം ബുക്ക് ചെയ്യാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നേരിട്ടെത്തി സേവനം കൈപ്പറ്റാം. തൽക്കാൽ അപേക്ഷകർ, നവജാത ശിശുക്കൾ, 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവർ എന്നീ 5 വിഭാഗങ്ങൾക്കാണ് ഈ സൗകര്യം ലഭ്യമാകുക. കേന്ദ്രങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ എത്തുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് സേവനം നൽകുന്നത്. അതേസമയം കേന്ദ്രങ്ങളിലെ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാൻ കോൺസുലാർ സേവ ഇൻ UAE.com വെബ്സൈറ്റ് വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്ക് സേവനങ്ങളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുമെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യപിച്ച് ഗതാഗത ദിശയ്ക്ക് എതിരായി വാഹനമോടിച്ച ഡ്രൈവർക്ക് അബുദാബിയിൽ കടുത്ത ശിക്ഷ. പ്രതിക്ക് 6 മാസം തടവും 1 ലക്ഷം ദിർഹം, അതായത് 25 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പിഴയും അബുദാബി കോടതി വിധിച്ചു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടാനും തടവ് ശിക്ഷ പൂർത്തിയായ ശേഷം 3 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും ഉത്തരവിലുണ്ട്. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ആധാരമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തി റോഡ് നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് UAE സ്വീകരിക്കുന്നത്. UAE പുതിയ ഫെഡറൽ ഗതാഗത നിയമപ്രകാരം മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് വൻ തുക പിഴയ്ക്കും തടവിനും പുറമെ ഡ്രൈവിംഗ് വിലക്കിലേക്കും നയിക്കും. UAE സിനിമാ പ്രേമികൾക്ക് വൻ സമ്മാനങ്ങളുമായി VOX സിനിമാസ്. തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ സിനിമകൾ കാണുന്നവർക്കായി 1/2 കിലോ സ്വർണവും പുത്തൻ SUV കാറുമാണ് ഇത്തവണ കാത്തിരിക്കുന്നത്. ഫാമിലി ഫീവർ എന്ന പേരിലാണ് VOX സിനിമാസ് ഈ പ്രത്യേക പ്രൊമോഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ 18 വയസ്സിന് മുകളിലുള്ള UAE നിവാസികൾക്ക് പങ്കാളികളാകാം. VOX ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമകളുടെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് സമ്മാന നേട്ടത്തിന് അവസരം. ജേതാവിന് ലഭിക്കുന്ന 500 ഗ്രാം സ്വർണത്തിന് ഏകദേശം 2.35 ലക്ഷം ദിർഹമാണ് മൂല്യം. മറ്റൊരു വിജയിക്ക് പ്രീമിയം ഓഫ് റോഡ് SUV ആയ ജെറ്റോർ T2 കാറും സ്വന്തമാക്കാം. സെപ്റ്റംബർ 2-നും 3-നുമാണ് നറുക്കെടുപ്പ് നടക്കുക. ഇന്ത്യൻ സിനിമകൾക്ക് ഗൾഫ് നാടുകളിലുള്ള വലിയ സ്വീകാര്യതയും ഓണക്കാലത്തെ സിനിമാ റിലീസുകളും മുൻനിർത്തിയാണ് പ്രവാസികൾക്കായി ഇത്തരമൊരു വൻ ഓഫർ ഒരുക്കിയിരിക്കുന്നത്. ടെലികോം ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് അനാവശ്യ പരസ്യ കോളുകൾക്കും സന്ദേശങ്ങൾക്കും ഒമാനിൽ കർശന നിയന്ത്രണം. ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ഉത്തരവനുസരിച്ച് രാവിലെ 8 മുതൽ രാത്രി 9 വരെ മാത്രമേ പ്രൊമോഷണൽ കോളുകളും സന്ദേശങ്ങളും അയക്കാൻ പാടുള്ളൂ. അയക്കുന്ന സ്ഥാപനത്തിന്റെ പേര്, വ്യക്തമാക്കുന്ന വിലാസവും പ്രദർശിപ്പിച്ചിരിക്കണം. ഇത്തരം പരസ്യ സന്ദേശങ്ങളും സേവനങ്ങളും പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് സൗജന്യ സൗകര്യവും ടെലികോം കമ്പനികൾ നൽകണം. വ്യവസ്ഥകൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് 500 മുതൽ 30,000 ഒമാനി റിയാൽ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട്. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക ഇനിയും വർദ്ധിക്കും. വ്യാജ സന്ദേശങ്ങളും ID മാറ്റിയുള്ള തട്ടിപ്പുകളും തടയാൻ അത്യാധുനിക സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്താനും കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട്. പുതിയ ചട്ടങ്ങളുമായി പൊരുത്തപ്പെടാൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും 6 മാസത്തെ സാവകാശമാണ് TRA അനുവദിച്ചിരിക്കുന്നത്.